സച്ചിൻ എന്ന ഒറ്റ നാമം മാത്രം മുഴങ്ങുന്ന ഗാലറികളിലെ ആരവം കേട്ടാണ് ഞാൻ വളർന്നത്. ഇപ്പോൾ ഞാനൊരു വലിയ സ്റ്റേഡിയത്തിൻ്റെ ഒത്ത നടുക്കാണ് നിൽക്കുന്നത്. ഗാലറിയിലേക്ക് കാതുകൂർപ്പിച്ചു. അതെ, എൻ്റെ പേര് ഒരേ താളത്തിൽ ഇപ്പോൾ സ്റ്റാൻഡുകളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലുതായൊന്നും കരിയറിൽ ഞാനിനി നേടാനില്ല. ഗ്രേറ്റ് ബ്രിട്ടനെതിരായ ഐതിഹാസിക വിജയത്തിന് ശേഷം PR ശ്രീജേഷ് വൈകാരികമായാണ് ഇത് പറഞ്ഞു വെച്ചത്. കളിയിൽ ഭൂരിഭാഗം സമയത്തും 10 പേരായി ചുരുങ്ങിയിട്ടും ചോരാത്ത പോരാട്ട വീര്യവുമായി ഇന്ത്യ കളം പിടിക്കുമ്പോൾ പോസ്റ്റിന് മുന്നിൽ എതിരാളികളുടെ മുന്നേറ്റങ്ങൾ പലതിനെയും നിഷ്പ്രഭമാക്കിയത് PR ശ്രീജേഷ് എന്ന വൻമതിലാണ്. അതെ, ദ ഗ്രേറ്റ് ഇന്ത്യൻ വാൾ. ഞങ്ങൾക്കും ഒരു എമിലിയാനോ മാർട്ടിനസ് ഉണ്ട്. PR ശ്രീജേഷ് എന്നാണ് അയാളുടെ പേര്. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഒളിമ്പിക് സെമി പ്രവേശനത്തിന് ശേഷം നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിച്ചത്. കളിയിൽ ഉടനീളം 11 സേവുകൾ, എതിരാളികൾക്ക് നിഷേധിച്ചത് 4 പെനാൽറ്റി കോർണറുകൾ, ഷൂട്ടൗട്ടിൽ ഒരു നിർണായക സേവ്. ഒരു വേള പാതി വഴിയിൽ വീണുപോകുമായിരുന്ന ഇന്ത്യൻ സ്വപ്നങ്ങളെ ഒറ്റക്കയാൾ തൻ്റെ ചിറകിലെത്തുകയായിരുന്നു. രണ്ടാം ക്വാർട്ടറിൻ്റെ തുടക്കത്തിൽ എതിർതാരത്തിൻ്റെ മുഖത്ത് സ്റ്റിക്ക് തട്ടിച്ചെന്ന കാരണം പറഞ്ഞ് അമിത് രോഹിദാസിനെ അമ്പയർ റെഡ് കാർഡ് നൽകി മടക്കുമ്പോൾ ഇന്ത്യൻ ആരാധകർ മൂക്കത്ത് വിരൽ വെച്ചു. പന്തുമായി മുന്നേറുമ്പോൾ അമിതിനെ തടയാൻ ബ്രിട്ടീഷ് താരങ്ങളായ വില്യം കല്ലാനും സാക് വാലൻസും ഓടിയെത്തി. ഇതിനിടെ അമിതിൻ്റെ സ്റ്റിക്ക് വില്യമിൻ്റെ മുഖത്ത് തട്ടുന്നു. ഓട്ടത്തിനിടെ സംഭവിച്ചതാണ് അത് എന്ന് വ്യക്തമായിരുന്നു. എന്നാൽ ബ്രിട്ടൻ റിവ്യൂ ആവശ്യപ്പെട്ടു. വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് TV അമ്പയറുടെ തീരുമാനമെത്തി. അമിതിന് റെഡ് കാർഡ്. ഇന്ത്യൻ കോച്ചും സഹതാരങ്ങളും അമ്പയറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തു. ആരാധകർ കൂവലോടെയാണ് ഈ തീരുമാനത്തെ വരവേറ്റത്. 10 പേരായി ചുരുങ്ങിയിട്ടും കളിയിൽ ഒരിക്കൽ പോലും ചെങ്കുപ്പായക്കാർക്ക് മുന്നിൽ ഇന്ത്യൻ താരങ്ങൾ പതറിയില്ല. അമിത് റെഡ് കാർഡ് കണ്ട് പുറത്തായ ശേഷമാണ് ഇന്ത്യ ആദ്യ ഗോൾ നേടിയത് എന്നോർക്കണം. പെനാൽറ്റി കോർണറിൽ നിന്ന് ലഭിച്ച അവസരം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് പോസ്റ്റിലേക്ക് തിരിച്ചു. ആ വെടിയുണ്ട ബ്രിട്ടീഷ് ഗോളിക മറികടന്ന് വലതുളച്ചു. ഇന്ത്യൻ താരങ്ങൾക്ക് ആ ഗോൾ നൽകിയ ഊർജം ചെറുതായിരുന്നില്ല. ഇന്ത്യ സ്കോർ ചെയ്ത് 6 മിനിറ്റ് പിന്നിടും മുമ്പേ ബ്രിട്ടന്റെ മറുപടി എത്തി. ലീ മോട്ടനാണ് ബ്രിട്ടനായി വലകുലുക്കിയത്. ഇനി അവശേഷിക്കുന്നത് 2 ക്വാർട്ടറുകൾ. ഇന്ത്യൻ ജേഴ്സികൾ ഗ്രൗണ്ടിൽ 10 പേർ മാത്രം. ബ്രിട്ടൻ അത് മുതലാക്കാൻ തന്നെ തീരുമാനിച്ചു. ചെങ്കുപ്പായക്കാർ തുടരെ മുന്നേറ്റങ്ങളുമായി ഇന്ത്യൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പി എത്തിക്കൊണ്ടിരുന്നു. എന്നാൽ PR ശ്രീജേഷ് എന്ന അതികായന് മുന്നിൽ ബ്രിട്ടന്റെ മുന്നേറ്റങ്ങളൊക്കെ നിഷ്പ്രഭമായി. ഗാലറിയിൽ നിറഞ്ഞ ശ്രീജേഷ് വിളികൾ അയാളുടെ നിശ്ചയദാർഢ്യത്തിനുള്ള അംഗീകാരമായിരുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ബ്രിട്ടന്റെ ആദ്യ 2 ഷോട്ടുകളും ശ്രീജേഷിനെ മറികടന്ന് വലതുളച്ചു. എന്നാൽ കോണർ വില്യംസിനും ഫിലിപ്പ് റോപ്പിനും പിഴച്ചു. വില്യംസിന്റെ ഷോട്ട് പുറത്തേക്ക് പാഞ്ഞത് ശ്രീജേഷ് പോസ്റ്റിന് മുന്നിൽ നടത്തിയ നീക്കങ്ങളുടെ സമ്മർദ്ദ ഫലമായാണ്. ഫിലിപ്പ് റോപ്പിന്റെ ഷോട്ട് അവിശ്വസനീയമായാണ് മലയാളി താരം തട്ടിയകറ്റിയത്. പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് പന്തുമായി മുന്നേറി റോപ്പ് ഗോൾ വലയെ ലക്ഷ്യമാക്കി വെടികുതിർക്കുന്നു. പന്ത് വലതൊടും മുമ്പേ ശ്രീജേഷ് അതിനെ പുറത്തേക്ക് തട്ടിയകറ്റി. 4 ഷോട്ടുകളും വലയിലെത്തിച്ച ഇന്ത്യയുടെ വിജയത്തെ ഐതിഹാസികം എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാനാകുക? ഗ്രേറ്റ് ബ്രിട്ടനെ തകർത്ത ഗ്രേറ്റ് ഇന്ത്യൻ വിക്ടറിക്ക് ശേഷം ഇന്ത്യൻ ഹെഡ് കോച്ച് ക്രൈഗ് ഫുൾട്ടൺ ഇങ്ങനെ പറഞ്ഞു വെച്ചു: ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എ വിൻ, ഇറ്റ് വാസ് എ സ്റ്റേറ്റ്മെന്റ്. ക്വാർട്ടറിന് ശേഷം ഇന്ത്യയുടെ വിജയശില്പി PR ശ്രീജേഷിന് തൻ്റെ സന്തോഷം അടക്കി വെക്കാനാകുന്നുണ്ടായിരുന്നില്ല. ഗ്രേറ്റ് ബ്രിട്ടനെതിരായ മത്സരത്തിന് മുമ്പ് ഞാൻ മൈതാനത്തെ ഒന്ന് വലം വെച്ചു. എൻ്റെ മുമ്പിൽ 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്നുകിൽ ഇതെൻ്റെ അവസാന മത്സരമാകും, അല്ലെങ്കിൽ 2 മത്സരങ്ങൾ കൂടി അവശേഷിക്കും. 2 മത്സരങ്ങൾ കൂടി കളിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഞാനിപ്പോൾ, ശ്രീജേഷ് പറഞ്ഞു. ഷൂട്ടൗട്ടിൽ ഇന്ത്യൻ താരങ്ങൾ പിടവുകളില്ലാതെ വലതുളക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ആത്മവിശ്വാസം ഇരട്ടിച്ചു എന്ന് ശ്രീജേഷ് മനസ്സ് തുറന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും അവർ സമ്മർദ്ദത്തിന് കീഴടങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്നലെ മൈതാനത്തുടനീളം അവരിൽ കണ്ട ഊർജം ഷൂട്ടൗട്ടിലും ഞാൻ കണ്ടു. ഇതെൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. നമ്മൾ കളി പിടിച്ചു. പോസ്റ്റിന് മുന്നിൽ ശ്രീജേഷിൻ്റെ ആത്മവീര്യത്തെക്കുറിച്ച് പറയാൻ സഹതാരങ്ങൾക്ക് 100 നാവായിരുന്നു. അമിത് രോഹിദാസ് പുറത്തായ ശേഷം ഡിഫൻസിൽ ശ്രീജേഷിനെ സഹായിക്കാനെത്തിയത് മൻപ്രീത് സിംഗ് ആണ്. മൻപ്രീത് കളിക്ക് ശേഷം മനസ്സ് തുറന്നത് ഇങ്ങനെ: ശ്രീജേഷ് പോസ്റ്റിന് മുന്നിൽ നിന്ന് ഉച്ചത്തിൽ താരങ്ങളോട് അലറി വിളിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അയാൾ ഞങ്ങളോട് ദേഷ്യപ്പെടുകയാണെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അയാൾ എന്നെ തെറി വിളിച്ചാൽ പോലും ഞാനത് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കും. അയാളൊരു പോരാളിയാണ്. ഷൂട്ടൗട്ടിൽ പലവൊരു രാജ്യത്തിനായി അയാൾ രക്ഷകവേഷം കെട്ടിയാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പോസ്റ്റിന് മുന്നിൽ ശ്രീജേഷ് നിശബ്ദനായി നിന്നാൽ എന്താണ് അദ്ദേഹത്തിന് പറ്റിയതെന്ന് ഞാൻ ആലോചിക്കും. മത്സരം ചൂടുപിടിക്കുമ്പോൾ താരങ്ങളോട് കോപിക്കുന്നതിനെക്കുറിച്ച് ശ്രീജേഷിനോടും മാധ്യമപ്രവർത്തകർ ചോദ്യമുന്നയിച്ചു. മലയാളി താരത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഡിഫൻഡർമാർ കളിയിൽ എത്രത്തോളം ഉണർന്നിരിക്കണം എന്ന് എനിക്ക് നന്നായി അറിയാം. പുറത്തുനിന്ന് നോക്കുന്നവർക്ക്
ഞാൻ അവരോട് കോപിക്കുകയാണ് എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ എൻ്റെ വാക്കുകളെ എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് കളിക്കാർക്ക് നന്നായി അറിയാം. അതവർക്ക് എപ്പോഴും പ്രചോദനമായിട്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. PR ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കിയുടെ ദൈവമാണെന്നും അയാൾ വിരമിക്കൽ തീരുമാനം പിൻവലിക്കണം എന്നുമായിരുന്നു ക്വാർട്ടർ പോരിന് ശേഷം ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് ദിലീപ് ടിർക്കിയുടെ പ്രതികരണം. ഓഗസ്റ്റ് 6 നടക്കുന്ന സെമിയിൽ ജർമ്മനിയെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ഇന്ത്യൻ പ്രതീക്ഷകൾ വാനോളമാണ്. ഒരു ജയമകലെ 13ാം ഒളിമ്പിക്സ് മെഡൽ. സച്ചിന് 2011 ക്രിക്കറ്റ് ലോകം നേടിക്കൊടുത്തതുപോലെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത് PR ശ്രീജേഷിനെ ഇന്ത്യൻ ടീം യാത്രയയക്കണം എന്നാണ് മുൻ ഇന്ത്യൻ ഹോക്കി താരം വിക്രം കാന്ത് ക്വാർട്ടർ പോരാട്ടത്തിന് ശേഷം പറഞ്ഞത്. അതെ, അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ ഹോക്കിയുടെ ചരിത്രം കണ്ട എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ ശ്രീജേഷിന് അതൊരു സ്വപ്നതുല്യമായ യാത്രയപ്പ് കൂടിയാകും.